മറ്റേ സന്യാസി അവരോട് ചോദിക്കുകയാണ്, നമ്മൾ നേരത്തെ ഒരു ശബ്ദം എടുത്തതല്ലേ, ഇനി നമ്മൾ സ്ത്രീകളെ തൊടില്ല എന്നുള്ളത്, പിന്നീട് എന്തിനാണ് നിങ്ങൾ അവരെ ചുമലിലേറ്റിയത് എന്ന് ചോദിച്ചു. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അത് ഒരു പരിധിവരെ നമ്മൾ ചൂസ് ചെയ്യുന്നതാണെന്ന് പറയാറുണ്ട്. ഞാനൊരു കഥ പറഞ്ഞുതരാം. 2 സന്യാസിമാർ ഒരു തീരുമാനം എടുക്കുകയാണ്, ഇനി മുതൽ എന്ത് ചെയ്യില്ല, അവർ സ്ത്രീകളെ സ്പർശിക്കില്ല, സ്ത്രീകളെ തൊടില്ല എന്നുള്ളത്. അങ്ങനെ ഈ സന്യാസിമാരെന്ത് ചെയ്യാണ്, കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു പുഴയുടെ അരികെ ഒരു വൃദ്ധയായിട്ടൊരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ പുഴ മറികടക്കാൻ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ്. അതിലൊരു സന്യാസി എന്ത് ചെയ്യുന്നു, അവരെടുത്ത് തോളിൽ വെച്ചിട്ട് ആ പുഴ മറികടക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നു. തിരിച്ചവിടെ ഇറക്കിയതിന് ശേഷം അവർ രണ്ടുപേരും യാത്ര തുടരുന്നു. ഈ സമയത്ത് ഒരുപാട് ദൂരം സഞ്ചരിച്ചതിന് ശേഷം മറ്റേ സന്യാസി അവരോട് ചോദിക്കുകയാണ്, നമ്മൾ നേരത്തെ ഒരു ശബ്ദം എടുത്തതല്ലേ, ഇനി നമ്മൾ സ്ത്രീകളെ തൊടില്ല എന്നുള്ളത്, പിന്നീട് എന്തിനാണ് നിങ്ങൾ അവരെ ചുമലിലേറ്റിയത് എന്ന് ചോദിച്ചു. അപ്പം സ്ത്രീയെ ചുമലിലേറ്റി സന്യാസി അവരോട് ചോദിക്കുകയാണ്, ഞാൻ അവരെ ആ പുഴ മറികടക്കുന്നത് വരെ ചുമലിൽ മാത്രമേ ഏറ്റിയിട്ടുള്ളൂ, എന്നാൽ നിങ്ങൾ അവരെ അവിടെ മുതൽ നമ്മൾ ഈ ഇത്രയും സഞ്ചരിച്ച ദൂരം വരെ അവരെ തലയിലേറ്റി നടക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പം പലതും നമ്മൾ തലയിലേറ്റി നടക്കുകയാണ്, നമ്മൾ തന്നെ ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസ് അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്ന് അത് വിഡ്രോ ചെയ്യണമെന്ന് നമ്മൾ തന്നെ ചൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്കതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ളതാണ്.